തിരുവനന്തപുരത്ത് പാറശാല താലൂക്ക് ആശുപത്രിയിൽ വെള്ളമില്ലാതെ വലയുകയാണ് രോഗികളെല്ലാം. കുട്ടികളുടെ വാർഡിൽ 1.5 ആഴ്ചയായി വെള്ളമില്ല എന്നതാണ് വലിയൊരു പ്രതിസന്ധിയായി നിൽക്കുന്നത്. പ്ലംബർ ഇല്ലാത്തതാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് അധികൃതരുടെ വിചിത്ര വാദവുമുണ്ട്. ആദ്യമായിട്ടാണ് എൻ്റെ മോനെ വെച്ച് ഇങ്ങനെ ആശുപത്രി ഇരിക്കുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങളായ പല പ്രശ്നങ്ങളുണ്ട്, ഷർട്ടിലുണ്ട്, വയറ്റിളക്കമുണ്ട്, എല്ലാം ഉണ്ട്. അപ്പം ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പ്രശ്നം വരുമ്പോൾ വെള്ളം ഇല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ നല്ല കിടന്ന് അനുഭവിച്ചു. ഇപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കണമെന്ന് നമ്മളിവിടെ പരാതിയൊക്കെ ആവശ്യപ്പെടാൻ പോയപ്പോൾ വന്നായിരുന്നു. ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പ്ലംബിംഗ് കംപ്ലൈന്റ് എന്നാണ് പറയുന്നത്. രാഹുൽ, ഇവിടെ ഒരു പ്രതികരണം കൂടി, അതുകൂടി കുടിവെള്ളം കിട്ടുന്നില്ല. ഈ ആശുപത്രിയിൽ പ്രതിദിനം 1500ഓളം OP ഉണ്ട്. ഏകദേശം 4000ഓളം ആൾക്കാർ കൂട്ടിരിപ്പുമായിട്ട് ഈ ആശുപത്രിയിൽ കയറി ഇറങ്ങുന്നതാണ്. ഇവർക്ക് ദിനചര്യയ്ക്ക് വേണ്ടിയുള്ള കുടിവെള്ളം പോലും ഇവിടെ കിട്ടുന്നില്ല. കൊച്ചു കുട്ടികളെയും കൊണ്ടുവരുന്ന രക്ഷകർത്താക്കൾ, പ്രത്യേകിച്ച് സ്ത്രീകൾ, അവരെ ഈ കൊച്ചു കുട്ടികളെ ഒറ്റയ്ക്ക് ആശുപത്രിയുടെ വരാന്തയിൽ ഇരുത്തിയതിനു ശേഷം അവർ താഴെ ഇറങ്ങി വന്ന് അവർക്ക് കുടിവെള്ളം സംഭരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ കാണുവാൻ കഴിയുന്നത്. അരമണിക്കൂർ വെള്ളം കാണും. പിന്നെ എൻ്റെ മോക്ക് ആസ്മയുള്ളതാണ്. അപ്പോൾ അയാൾ എടുത്തുകൊണ്ട് താഴെ പോയി കാഷ്വാലിറ്റി പോയി വെള്ളം എടുത്തിട്ട് വരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ കഴിഞ്ഞ മാസം എൻ്റെ മോൾ ഇവിടെ അഡ്മിറ്റ് ആയിരുന്നു. ആ സമയത്ത് തുടങ്ങിയ ബുദ്ധിമുട്ടാണ്. 1 മാസത്തോളമായി. ഇപ്പോൾ നമ്മൾ പരാതി പറയുമ്പോൾ കുറച്ച് നേരത്തേക്ക് വെള്ളം കാണും, പിന്നെ വെള്ളം കാണത്തില്ല. രാഹുൽ ജി നാഥുണ്ട് വിവരങ്ങളുമായി. രാഹുൽ, സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികൾ മാതൃകാപരമായി പ്രവർത്തിക്കുന്നു. അതിന്റെ കണക്കുകളൊക്കെയാണ് രാവിലെ വലിയ ആത്മവിശ്വാസത്തോടുകൂടി ആരോഗ്യമന്ത്രി നിയമസഭയിൽ അവതരിപ്പിച്ചത്. പക്ഷേ ഇതാ തിരുവനന്തപുരത്തെ തലസ്ഥാനത്തെ ഭരണസിരാ കേന്ദ്രത്തിന് വളരെ ദൂരത്തല്ലാത്ത പാറശാലയിലെ വളരെ പ്രധാനപ്പെട്ട താലൂക്ക് ആശുപത്രിയിൽ കുട്ടികളുടെ വാർഡിൽ പോലും വെള്ളമില്ല. ഇപ്പോൾ ഓണക്കാലമാണെങ്കിൽ പ്ലംബർ ഓണമുണ്ണാൻ പോയി എന്നെങ്കിലും കരുതാം. ഇപ്പോൾ ഓണമൊക്കെ കഴിഞ്ഞല്ലോ, മറ്റൊരു പ്ലംബറെ അറേഞ്ച് ചെയ്യാൻ പോലുള്ള സംവിധാനം അവിടെ ഇല്ലേ? അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഇവരത് ഒരാഴ്ചയായി ഈ മാതാപിതാക്കൾ അല്ലെങ്കിൽ ആശുപത്രിയിൽ വരുന്ന രോഗികളുടെ കൂട്ടിരിപ്പുകാരൊക്കെ ചോദിക്കുന്നുണ്ട്. കുട്ടികളുടെ ഒപ്പം വരുന്നവരൊക്കെ ചോദിക്കുന്ന ചോദ്യം ഇത് തന്നെയാണ്. ഇത്തരത്തിൽ ഈ പ്ലംബിംഗ് നിന്നുപോയി, സാങ്കേതികമായ പ്രശ്നമാണെങ്കിൽ ശരിയാക്കാൻ ആളെ കൊണ്ടുവരാൻ ഇതുവരെ കഴിഞ്ഞില്ലേ എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ മനസ്സിലാക്കുന്നത്. ആശുപത്രിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അധികൃതർ അവർ കൃത്യമായി ആളെ എത്തിക്കാനുള്ള തീരുമാനത്തിലേക്ക് കടന്നില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം കുട്ടികളുടെ വാർഡിൽ പോലും വെള്ളമില്ല. അതുകൊണ്ട് പ്രാഥമിക കാര്യങ്ങൾ ചെയ്യുക എന്ന് പറയുന്നത് ശ്രമകരമാണ്. പ്രത്യേകിച്ച് അവിടെ അഡ്മിറ്റായി നിൽക്കുന്ന കുട്ടികളെയും കൂട്ടിരിപ്പുകാരെയും രോഗികളെയും സംബന്ധിച്ചാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. നേരത്തെ അവിടെ നിന്ന് ആൾ പറഞ്ഞതുപോലെ ഏറ്റവും പ്രധാനമായി 1-ാം നിലയിലാണ് കുട്ടികളുടെ വാർഡുള്ളത്. അവിടെ കുട്ടികളെ ഒറ്റയ്ക്ക് നിർത്തിയിട്ട് കൂട്ടിരിപ്പുകാർക്ക് വെള്ളം തേടി ഇറങ്ങേണ്ട ആ ദുരവസ്ഥയാണ് ആശുപത്രിയിലുള്ളത്. ഇത് ഒരാഴ്ചയായി തുടരുന്നു എന്ന് പറയുമ്പോഴാണ് നമുക്ക് വല്ലാത്ത ആശ്ചര്യം തോന്നുന്നത്. കാരണം ഈ പ്ലംബർ ലീവ് എടുത്ത് പോയതാണ്. ലീവ് എടുത്ത് 2 ദിവസം മുൻപാണ് ഈ ലീവ് ലെറ്റർ രേഖാമൂലം നൽകുന്നത്. അപ്പോൾ മടങ്ങി വരുമെന്ന പ്രതീക്ഷയിലായിരുന്നു എന്നൊക്കെയാണ് അധികൃതർ പറയുന്നത്. അതൊക്കെ എത്രമാത്രം കുറേ ആളുകൾ, കുറേ മനുഷ്യരെ ബാധിക്കുന്ന പ്രശ്നത്തിൽ ഇങ്ങനെ ഒരു വാദമാണോ ഉന്നയിക്കേണ്ടതെന്ന ചോദ്യം വളരെ പ്രസക്തമായി നിൽപ്പുണ്ട്. എന്തായാലും അടിയന്തരമായി പരിഹാരം ആവശ്യമുള്ള ഒരു കാര്യമാണ് കുടിവെള്ളം. ഒപ്പം പ്രാഥമിക കാര്യങ്ങൾക്ക് പോലും വെള്ളമില്ലാത്ത അവസ്ഥയിലാണ് പാറശാലയിൽ ആശുപത്രി.